ആദ്യം ഫിസിക്സ് വരട്ടെ. ബാങ്കിങ് ഓഫ് റെയിൽസ് ആൻഡ് റോഡ്സ് ഉറപ്പാണ്. അടുത്ത ഷിഫ്റ്റുകളിൽ ഞങ്ങൾ തന്നെ വന്നത് ഡിസ്കസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ മക്കളെ, ഉറപ്പിച്ചോ? ഉണ്ടാകും. ബൈ വേരിയബിൾ ഫോഴ്സ് ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എഫ് വൈ ഡി വൈ അത് ആഡ് ചെയ്തു. വേണ്ട റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഡേയ്സ് ഇനി ഉണ്ടല്ലോ സാറ്റലൈറ്റ് ക്വസ്റ്റ്യൻസ് വരും, ഉറപ്പാണ് കേട്ടോ. വരും. പ്രോപ്പർട്ടീസ് ആ ടെമ്പറേച്ചർ സ്കെയിലിനെ കുറിച്ച് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ഇതിലല്ല വേറെ ഷിഫ്റ്റുകളില് തെർമൽ പ്രോപ്പർട്ടീസ് ഇന്ന് കുറച്ചു മുമ്പത്തെ ലൈവ് കയറിയപ്പോഴത്തേക്ക് ഒരുത്തൻ തെർമൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വെച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇവർക്ക് എങ്ങനെ ഒരു ധാരണ വന്നു തെർമൽ പ്രോപ്പർട്ടീസ് പഠിക്കണ്ട, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കണ്ടായോ? പണി കിട്ടി പോവും അല്ലെ? അതുകൊണ്ട് തെർമൽ ഒരു ചാപ്റ്റേഴ്സും തൽക്കാലം നിങ്ങൾ മാറ്റി വെക്കണ്ട. തൽക്കാലം അത് മാറ്റിവെച്ച കുട്ടിയാണെങ്കിൽ പോലും ടെമ്പറേച്ചർ സ്കെയിൽസ് ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം. രണ്ടാളുകൾ ബാക്കിയുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അല്ലെ, സൈക്ലിക് പ്രോസസ് ഉള്ള വർക്ക് ഡൺ അല്ലെ, PV ഡയഗ്രാം തന്നിട്ട് അല്ലെ, നിങ്ങൾക്ക് ഓർമ്മയില്ലടാ സൈക്ലിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ഇൻ സൈക്ലിക് പ്രോസസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? വർക്ക് ഡൺ ചിലപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിന്റെ പ്രോബ്ലംസ് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലോ, വെരി വെരി ഇമ്പോർട്ടന്റ് ലോ, മാലൂസ് ലോ അല്ലെ, നമ്മളെ പോളറൈസേഷനിലെ മാലൂസ് ലോ എന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ചോദിച്ചിട്ടില്ല. ഇതുവരെ വരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് N/T കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, N/T കാൽക്കുലേറ്റ് ചെയ്യുന്നത്. photons emitted per power second is equal to NE/T അല്ലെ? ആ ഇക്ക് വരെ ഒന്നെങ്കിൽ hc/λ അല്ലെങ്കിൽ hν കൊടുക്കാം. അതിൽ നിന്ന് നിങ്ങൾ N/T കണ്ടുപിടിച്ചിട്ടേ ഇനി അടുത്ത ഷിഫ്റ്റിൽ കയറാവുള്ളൂ. ഇനി കെമിസ്ട്രി ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അപ്പൊ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് ഇനിയുള്ള ഷിഫ്റ്റുകളിൽ. അപ്പൊ അതാണ് നമ്മൾ തരുന്ന ഒരു പ്രഡിക്ഷൻ. പെർസെന്റേജ് കോമ്പോസിഷൻ, പിന്നെ ആ പെർസെന്റേജ് കോമ്പോസിഷനിൽ തന്നെ നമ്മുടെ ഈ പെർസെന്റേജ് ഈൽഡ് വെച്ച് ചോദിക്കുന്നത്. പെർസെന്റേജ് ഈൽഡ്. അപ്പൊ ഇനിയിപ്പോ നോക്കേണ്ടത് തെർമോഡൈനാമിക്സിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് സംഭവം ഏതാ? തെർമോകെമിസ്ട്രി. രണ്ടും ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ എന്തൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്? അർഹീനിയസ് ഇക്വേഷൻ വരാനുണ്ട്. പിന്നെ പീരിയോഡിക്കൽ വേറൊരു കാര്യമുണ്ട്. അയണൈസേഷൻ എന്താൽപി വന്നിട്ടില്ല. അയണൈസേഷൻ എന്താൽപി വന്നിട്ടില്ലല്ലോ. ഈ ബ്ലോക്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുറെ ടേബിൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഗ്രൂപ്പ് 13, 14, 15, 16, 17 ഇതെല്ലാം ഓർഡർ നമ്മൾ നോക്കണം. അതിൽ എവിടെയൊക്കെയാണ് ആംബിഗ്യൂറ്റീസ് ഉള്ളത് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ കാർബോകൈനറ്റിക് സ്റ്റെബിലിറ്റി എപ്പോഴും വരുന്നതാണ്. നമുക്ക് ഓർമ്മയില്ല ഏതാ വന്നേന്ന് ഓർമ്മയില്ല. ഏതൊരു ഇതാണ് ഏത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ അല്ലെ, മറ്റേ മാർക്കോണിക്കോവിന്റെ ഒക്കെ വരുന്നത്. എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ലല്ലോ. അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ല. വിചാരിക്കേണ്ട SN2 എന്തായാലും കട്ടായം വന്നിരിക്കും. ഓക്കെ, സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നുള്ളത് നെയിം റിയാക്ഷൻസ്. എനിക്കൊന്ന് സാറേ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഒരു കംപ്ലീറ്റ് ഒരു മൾട്ടിപ്പിൾ റിയാക്ഷൻസ് വന്നിട്ട് പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. മാസീവ് ഫോളോയിങ് വന്നിരുന്നല്ലോ. മാസീവ് ഫോളോയിങ് വിറ്റിഗ് അമൈനോ ആസിഡ്സ് ഉണ്ട്. പിന്നെ അതിൽ എസെൻഷ്യൽ നോൺ എസെൻഷ്യലിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നമ്മുടെ ഇത് ന്യൂക്ലിക് ആസിഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ സോൾട്ട് അനാലിസിസ് ഇനിയും വരാം. അത് ആ ഒറ്റെണ്ണം വന്നു, ഇനി വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ സോൾട്ട് അനാലിസിസിന് പ്രസക്തി കൊടുക്കുക. ഓക്കെ, അതെന്തായാലും വരും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മാത്തമാറ്റിക്സ്. പേപ്പറുകളിലും ഒരുപോലെ വന്നു അഡ്ജോയിന്റ് ഓഫ് ഉറപ്പായിട്ടും പഠിക്കണം അല്ലെ. ഉറപ്പായിട്ടും ഇനിയുള്ള ഷിഫ്റ്റുകളിൽ ഏതെങ്കിലും ഷിഫ്റ്റുകളിൽ ഉറപ്പായിട്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഒരു സംശയവും യാതൊരു സംശയമില്ല. പിന്നെ സിസ്റ്റം ഓഫ് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന കേസ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പറയേണ്ട കാര്യമില്ല. ഇതാണ് ഈ വർഷത്തെ ജം അല്ലേ സാറേ? അതെ. ടെലിസ്കോപ്പിംഗ് സീരീസ് അത് പഠിക്കണം. അതായത് നമുക്കറിയാം ടാൻ ഇൻവേഴ്സിന്റെ ഒരു സീരീസ് തരും അല്ലെ. അപ്പൊ ഓരോ ടാൻ ഇൻവേഴ്സിനെ നമ്മൾ എടുത്തിട്ട് ആ ടാൻ ഇൻവേഴ്സിനുള്ളിലുള്ളതിനെ x-y ഡിവൈഡഡ് ബൈ 1 + xy ഫോമിലാക്കിയാൽ ആ ഓരോന്നിനെ ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് y എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ടെലിസ്കോപ്പിക് സീരീസ് ആയി അല്ലെ. ഇത് ശരിക്കും നോക്കി, ഇത് കഴിഞ്ഞ 2024 പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാ. പക്ഷെ അത് അവിടെ ഈ p² എന്നുള്ളതിന് പകരം 2p എന്നായിരുന്നു. അതുപോലെ അടുത്തത് 3p എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു AGP ആയനെ.
AGP ആയാലും ഈ 8 ഒക്കെ ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ആ ക്വസ്റ്റ്യൻ തന്നെയാണോ റിപ്പീറ്റ് ചെയ്യുന്ന അറിയില്ല, കാര്യം ഇത് മെമ്മറി ബേസ്ഡ് അല്ലേ, കുട്ടികൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഒരുപക്ഷെ ഇവിടെ ഇനി 2P എന്നാണോ അതോ P² എന്നാണോ എന്ന് സംശയമുണ്ട്. അപ്പൊ ഇത് എക്സാക്ട്ലി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് 2024. ഒന്നതാ ഈ ടൈപ്പ് ഇങ്ങനെ SN തന്നിട്ട് SN-ന്റെ റിലേഷൻസ് തന്നിട്ട് ബാക്കി കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ 10th ടേമിന്റെ 5th ടേമിന്റെ ഒക്കെ റേഷ്യോ തന്നിട്ടുണ്ട്, S10 തന്നിട്ടുണ്ട്. അങ്ങനെ SN-ന്റെ റിലേഷൻസ് അത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സാർ നമ്പർ ഓഫ് ഡിജിറ്റ്സ് അല്ലെ, ഡിജിറ്റ്സ് ഉണ്ടാക്കുന്ന അത് ഞാൻ പറഞ്ഞു. ഇതേവരെ നമ്മൾ ജെയ്ക്ക് ചോദിച്ചിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലെ ക്വസ്റ്റ്യൻസ് എടുത്താൽ 50% കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ നമ്പർ ഫോം ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ, അതുകൊണ്ട് നമ്പർ ഫോം ചെയ്യാന്ന് പറയുമ്പോൾ അത് പല രീതിയിലാണ് ചോദിക്കുക. അത് ഒരു ചോദ്യം ചെയ്തത് കൊണ്ട് നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റണ നിർബന്ധമില്ല. പിന്നെ ഇതുപോലെ ഗേൾസിനെ ബോയ്സിനെ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, മിക്സ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പൊ അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമുക്കിപ്പോ അതിൽ ഒരു ഏകദേശം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് AX⁻P + B/X⁻Q ഹോൾ പവർ n എന്ന് തരും എന്ന് തന്നിട്ട് നമ്മുടെ പറയാണ് എന്താ നമ്പർ എന്താണ് ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് X⁻⁴ ചക്ക അല്ലെങ്കിൽ X⁻⁴ മാങ്ങ അല്ലെ, ഇങ്ങനത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ റെഡിയല്ലേ, അത് വരാൻ സാധ്യത ബേസിക് ആണ്. പിന്നെ കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് X അഥവാ കോൺസ്റ്റന്റ് ടേം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടി സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം വന്നേന്ന് തോന്നുന്നു. സ്ട്രൈറ്റ് ലൈൻസിൽ അധികം നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഇമേജ് കണ്ടുപിടിക്കാനൊക്കെയുള്ള ക്വസ്റ്റ്യൻ, സെൻട്രോയിഡിന്റെ ഇമേജ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ മക്കളെ ഇതിന് നമുക്ക് എന്താ പറയാ ലീനിയർ തന്നെയാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ഇത് ലീനിയർ ആണ്, ലീനിയർ ആണ്. അത് മാത്രമല്ല സാറേ, ഈ ക്വസ്റ്റ്യൻ ഏതോ ഒരു പ്രാവശ്യം ജയിക്ക് ചോദിച്ചാണ്, പുതിയ ക്വസ്റ്റ്യൻ അല്ല. ഇത് ജയ് അഡ്വാൻസിൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മെയിൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇതും അത് തന്നെയല്ലേ, ലീനിയർ ആണ്. ലീനിയർ ഓഫ് ടൈപ്പ് 2 ആണ് സാർ. അതെ, ഇത് ടൈപ്പ് 1 അല്ലേ, അത് ടൈപ്പ് dy/dx ടൈപ്പ് 1 y⁴ 1. മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ് എന്താക്കിയിരിക്കുന്നത്, ഇത് ലീനിയർ ആട്ടോ, ലീനിയർ ആണ്. അപ്പൊ നോക്കി ലീനിയറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കുറച്ച് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഹൈപ്പർബോളിക് എലിപ്സ് കൂടി മിക്സ് ആക്കിയ ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ വേറെ ചോദിക്കാൻ പറ്റുന്നത് നമ്മൾ മീൻ കണ്ടുപിടിച്ചു, വേരിയൻസ് കണ്ടുപിടിച്ചു. പക്ഷെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 2 ഒബ്സർവേഷൻസ് തെറ്റിച്ച് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്ഥിരം പരിപാടി, അതായത് ഒബ്സർവേഷൻ മാറ്റുക, പുതിയ ആളെ ആഡ് ചെയ്യുക, ഉള്ള ആളെ പുറത്താക്കുക, ഒരാളെ പുറത്താക്കി മറ്റാളെ ആഡ് ആക്കുക, അങ്ങനത്തെ പരിപാടിയല്ലേ ചോദിക്കുന്നത്. പ്രൊജക്ഷൻ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ജെയ്ക്ക് ചോദിച്ച എല്ലാ മുൻവർഷ പേപ്പറുകളും അനലൈസ് ചെയ്താണ് ഞങ്ങൾ Xylem പ്രഡിക്ഷൻ സീരീസ് ആദ്യം നടത്തിയത്. പിന്നീട് അതേ ചോദ്യങ്ങളും ആദ്യത്തെ 3 ഷിഫ്റ്റുകൾ അഥവാ ജെയ്മെയിൻ 2025 ആദ്യത്തെ 3 ഷിഫ്റ്റുകളിലെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടി അനലൈസ്ഡ് ആണ് ഞങ്ങൾ Xylem പ്രഡിക്ഷൻ പ്രോ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രഡിക്ഷൻ പ്രോയിൽ ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുകയും പിന്നീടുള്ള ഷിഫ്റ്റുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതുവരെ നടന്ന അഥവാ ജെയ്മെയിൻ 2025 ഇതുവരെ നടന്ന 6 ഷിഫ്റ്റുകളെ വ്യക്തമായി അനലൈസ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന 4 ഷിഫ്റ്റുകളിലേക്കും Xylem പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. യെസ്, നെക്സ്റ്റ് ഈസ് Xylem പ്രഡിക്ഷൻ പ്രോ മാക്സ്. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് Xylem ജീനിയസ് ചാനൽ. സ്റ്റേ ട്യൂൺഡ്.